One, I will cake kunyata vek chadano nandakka ponne ni cake kalandakni nikku veliyekku pova ആദ്യം 2 കപ്പ് മൈദ പൊരിച്ചെടുക്കുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞാറ്റാസ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഉണ്ടാക്കാനായിട്ട് വിചാരിക്കുന്നത് ഒരു കേക്കാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം എന്തായിത്തീരുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ നമ്മൾ തരിച്ചെടുക്കണം. ഈ മൈദയിൽ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ആ വേസ്റ്റുകളൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ തരിച്ചെടുക്കുന്നത്. 2-3 പ്രാവശ്യമൊക്കെ തരിച്ചെടുത്താൽ നന്നാകും. കേക്ക് വളരെ സോഫ്റ്റായിട്ട് കിട്ടും. പൊടി നൈസായിട്ട് വരുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് 3 മുട്ട നമുക്കൊരു ഡ്രൈ ആയ പാത്രത്തിലേക്ക്, അതായത് നമ്മളെടുക്കുന്ന പാത്രത്തിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കണം. വേണമെങ്കിൽ ഈ മുട്ട സെപ്പറേറ്റ് ആയിട്ട് മഞ്ഞയും വെള്ളയും ഒക്കെ വേറെ വേറെ ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഒന്നിച്ച് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനി ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇലക്ട്രിക് ബീറ്റർ ഉള്ളവർക്ക് അതൊക്കെ ഉപയോഗിക്കാം. എന്നാൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം ഞാൻ ഇതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മുട്ട നല്ലോണം ബീറ്റായിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഉണങ്ങിയ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് ഒരേ സൈഡിലേക്ക് വേണം നമ്മളെപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇളക്കി കൊടുക്കാനായിട്ട്. അങ്ങനെ ചെയ്യാം. അത് ആ പൊടി അതിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതുപോലെ ഇളക്കി കൊടുക്കുന്ന ആ സമയത്ത് തന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് അതും കൂടെ നമ്മളതിലേക്ക് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു 2 ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തരിച്ചെടുക്കുമ്പോൾ ഇതൊക്കെ കൂട്ടി തരിച്ചാൽ ഇതൊന്ന് മിക്സായി കിട്ടും. പിന്നെ നമ്മൾ ഈ മിക്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഞാനത് ഓരോന്നും വേറെ വേറെ ഇട്ടത് കാരണമാണ് ഇങ്ങനെ വേറെ വേറെ മിക്സ് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ പൊടിച്ച പഞ്ചസാരയില്ല, അതൊക്കെ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്താൽ നല്ലതാണ്. പൊടിച്ച പഞ്ചസാര അതുപോലെ ഉപ്പൊക്കെ. അപ്പോൾ ഞാനത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നീടാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ചെയ്യണമെന്ന് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടാൻ നല്ലതാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ. എന്നിട്ട് നമ്മൾ അത് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് പിന്നെ ചേർക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ചേർക്കരുത്. സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നീട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മറന്നുപോയി ഉപ്പ്. അപ്പോൾ ആ ഉപ്പാണ് ഇപ്പോൾ ചേർത്തത്. ഇത് ആദ്യം ചേർക്കാം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ മിക്സായിട്ട് കിട്ടുക. അതുപോലെ പൊടിച്ച പഞ്ചസാര നേരത്തെ ചേർത്താൽ നന്നാവും. ഞാൻ അത് വിട്ടുപോയത് കാരണം ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അങ്ങനെ പഞ്ചസാര നമ്മൾ ആ മധുരം എത്രയാണോ അത് ആവശ്യം അതിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപ്പും ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പഴയ പാത്രമുണ്ട്. അപ്പോൾ ആ പാത്രത്തിലാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഡവറയിൽ കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാൻ ചെയ്യേണ്ട. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്ക് ഇതുപോലെ ഒരു A4 ഷീറ്റിൽ ഓയിൽ തേച്ചിട്ട് അത് വെച്ച് കൊടുത്താലും മതി. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ചെയ്യുന്നത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്യുമ്പോൾ ആ പാത്രത്തിൽ ഒരു ഒഴിവാക്കിയ
സ്റ്റാൻഡ് എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേണം വെച്ച് കൊടുക്കാൻ. ഇനിയിപ്പോൾ ഈ ടോപ്പിൽ ഒരു ഹോള് കണ്ടില്ലേ, ആ അടപ്പിന് ആ ഹോള് പുറത്തേക്കാക്കിയിട്ടാണ് അടക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. ഉള്ളിലേക്കാണെങ്കിൽ ആ ഹോള് നമ്മൾ ഒരു പേപ്പർ വെച്ചിട്ട് അടക്കണം കേട്ടോ. അങ്ങനെ ഒരു 30 മിനിറ്റ് വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു കേക്ക് കിട്ടും. ഇതിപ്പോൾ നല്ല വെന്തിട്ടുണ്ട്, ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു ഇർക്കിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ കുത്തി കൊടുത്ത് നോക്കുമ്പോൾ അതിലൊന്നും പറ്റിപ്പിടിക്കുന്നില്ല, ക്ലീൻ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് വേവായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിട്ട് കൊടുപ്പിക്കണം. അതിനുശേഷം നമ്മൾ കയ്യിലേക്ക് ഇട്ടിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ആ പേപ്പറൊക്കെ എടുത്തിടാം. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ, അല്ലെങ്കിൽ കേക്ക് എവിടെ വെച്ചിട്ടാണ് ടേൺ ടേബിൾ ഉള്ളവർക്ക് അതൊക്കെ യൂസ് ചെയ്യാം, അവിടെ വെച്ചിട്ട് ആദ്യം അതിൻ്റെ താഴെ കുറച്ച് ക്രീം പുരട്ടി കൊടുക്കുക. നമ്മൾ കേക്ക് ഞാൻ 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കട്ട് ചെയ്ത ലെയർ അവിടെ വെച്ചിട്ട് അതിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചസാര ഉരുക്കിയ വെള്ളമാണ് ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മൾ ഷുഗർ സിറപ്പ് അതിൽ ഒഴിച്ച് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കേക്ക് സോഫ്റ്റ് ആയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ വിപ്പിംഗ് ക്രീമിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ മിഞ്ഞാന്ന് ഞാനൊരു കേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കാര്യം. ഇതൊരിക്കലും ബീറ്റ് ചെയ്താൽ ഒരിക്കലും വിപ്പാവാത്ത ഒരു വിപ്പിംഗ് ക്രീമാണ്. ഒരിക്കലും നല്ലൊരു കൺസിസ്റ്റൻസി ഇതിന് കിട്ടില്ല നമുക്ക്. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു വിപ്പിംഗ് ക്രീം ആയത് കാരണം അതുകൊണ്ട് ഡെക്കറേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല, വെറുതെ ഒഴിച്ചു കൊടുക്കാനേ പറ്റുന്നുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ലെയറും അതുപോലെ വെച്ചിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വിപ്പിംഗ് ക്രീം എന്ന് പറഞ്ഞാൽ ഒരബദ്ധം സംഭവിച്ചാണ്. ഈ വിപ്പിംഗ് ക്രീം വാങ്ങിയിട്ട് ഒരിക്കലും അത് നമുക്ക് ബീറ്റർ വെച്ചിട്ടോ എന്ത് ചെയ്തിട്ടും ഇങ്ങനെ ഒരു ലൂസായിട്ട് വെള്ളം പോലെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം വാങ്ങുമ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് അന്വേഷിച്ചിട്ട് ഉപയോഗിക്കുന്നവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം വാങ്ങാൻ. ഇതുപോലെ പൈസ പോകുന്ന പണിക്ക് നിൽക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെക്കറേഷൻ എന്നൊന്നും പറയാനില്ല. ഈ തേക്കൽ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ കേക്കിൻ്റെ മുകളിൽ നിന്ന് പൊടിച്ചെടുത്ത ഭാഗമല്ലേ, അതൊന്ന് പൊടിച്ചിട്ട് അത് ഞാനൊരു ചട്ടിയിലിട്ട് വെറുതെ വറുത്തിട്ട് ഇതിലേക്ക് ഇട്ടതാണ്. ഇത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു തരിപ്പയിൽ എന്തിലെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ തരിച്ചു കൊടുത്താൽ അത് നല്ല സ്റ്റൈലായിട്ട് അതിൻ്റെ മുകളിൽ വീഴും. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തില്ല, ഒരു ടീസ്പൂൺ കൊണ്ട് വെറുതെ ഇങ്ങനെ വാരിയിടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ, വേറൊരാൾക്ക് കൊടുക്കാനൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഭംഗിയായിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. എന്തായാലും ആ ഒരു ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. കുറച്ച് പേഴ്സ് ഉണ്ട്, അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ ഇടാമെന്ന് വിചാരിച്ചു. ഒരു ഭംഗിക്ക് കിടന്നോട്ടെ അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് യെല്ലോ കളർ പേളും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എപ്പോൾ കേക്ക് ഉണ്ടാക്കിയാലും നമ്മളത് ഉപയോഗിക്കുന്നതിൻ്റെ മുന്നേ ഒരു 2 മണിക്കൂറോ ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നാവും. പിന്നെ കേക്ക് കുറച്ച് സോഫ്റ്റായി കിട്ടാനും അതിന് ആ നമ്മൾ മുട്ട ചേർത്തിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ മാറി കിട്ടാനും ഒക്കെ നല്ലതാണ് ഈ വാനില എസൻസ് ചേർക്കുന്നതും പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സിമ്പിൾ കേക്ക്. ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.